കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി വാർഡിൽ പൊതുസമ്മതനെ കണ്ടെത്താനാവാതെ കോൺഗ്രസ്. ഇതോടെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളകണ്ടി ബൈജു സ്ഥാനാർത്ഥിയാകും. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. VM വിനുവിന് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇതിനിടെ വിനുവിന്റെ സ്ഥാനാർത്ഥിയിൽ ജാഗ്രത കാട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കൗൺസിലർ രാജേഷിന്റെ രാജി DCC എഴുതി വാങ്ങി. MS അനീഷ് കുമാർ ചേരൻ. അനീഷ്, വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു കോൺഗ്രസ് അകപ്പെട്ടിരുന്നത്. സംശയമില്ല, ശ്രദ്ധക്കുറവാണ്. VM വിനുവിനെ പോലെ ഒരു പ്രമുഖരെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന ഫീൽ അത് ഒരുപക്ഷെ അദ്ദേഹത്തിനെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണോ? തീർച്ചയായും ഈ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച ശേഷം വലിയ തെരച്ചിലാണ് കോൺഗ്രസ് നടത്തിയത്. കാരണം സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഒരു മുഖം എന്ന രീതിയിലാണ് VM വിനുവിനെ അവതരിപ്പിച്ചത്. വർഷങ്ങളായി CPM ഭരിക്കുന്ന കൗൺസിലാണ്. അതുകൊണ്ട് ഭരണമാറ്റം എന്ന ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് ഇറങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരൻ എന്ന പരിവേഷത്തിലുപരി ഒരു പൊതു സ്വീകാര്യനായ സ്ഥാനാർത്ഥി തങ്ങളെ നയിക്കുന്നു എന്ന പ്രതീതി നിലനിർത്താനാണ് കോൺഗ്രസ് നോക്കിയത്. പക്ഷേ ആ ശ്രമങ്ങൾ പാടെ പരാജയപ്പെടുകയാണ്. VM വിനുവിന് നഗരസഭയിൽ വോട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സ്വയം റദ്ദാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് വലിയ തെരച്ചിൽ ഇതിനുശേഷം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ആരും ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ തയ്യാറായില്ല. അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തങ്ങൾ ഇത്തവണ ഇല്ല എന്ന ഒരു സന്ദേശം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. ഇതിനുശേഷമാണ് രാഷ്ട്രീയക്കാരനായ തങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ബൈജുവിനെ തന്നെ സ്ഥാനത്തേക്ക് നിയമിക്കാൻ കോൺഗ്രസ് തയ്യാറായിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം, കാളക്കണ്ടി ബൈജുവിനെ സ്ഥാനാർത്ഥിയായുള്ള പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസമൊക്കെ ആയാലും VM വിനുവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറെ സജീവമായിരുന്ന ആൾ കൂടിയായിരുന്നു ബൈജു കാളക്കണ്ടി. കാരണം VM വിനു ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നയാളാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ വിനുവിനായി ഏകോപിപ്പിച്ച ആളും കാളക്കണ്ടി ബൈജു തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കാളക്കണ്ടി ബൈജുവിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു 10:30 സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് DCC അറിയിച്ചിരുന്നത്. ഇതിന് ശേഷം മാധ്യമങ്ങളോടക്കം പ്രതികരിക്കാമെന്നാണ് ബൈജുവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ആ ഒരു അനിശ്ചിതത്വത്തിന് അവസാനമായിരിക്കുന്നു. പൊതുസമ്മതനോ സാംസ്കാരിക പ്രവർത്തകനോ ഇല്ല. കോൺഗ്രസ് പ്രവർത്തകനെ തന്നെ കല്ലായി ഡിവിഷനിൽ മത്സരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് തന്നെ കോൺഗ്രസ് നീങ്ങുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ VM വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം നടപ്പാകാതെ വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. KPCC നേതൃത്വത്തിൽ നിന്നും വലിയ വിമർശനം K പ്രവീൺകുമാർ അടക്കമുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒരു തരത്തിലുമുള്ള ജാഗ്രത ഇക്കാര്യത്തിൽ കാണിച്ചില്ല എന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു മേയർ സ്ഥാനാർത്ഥിയെ ഒരു ഡിവിഷനിലേക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാര്യമാണ് അദ്ദേഹത്തിന് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. പക്ഷേ അക്കാര്യം പരിശോധിക്കുന്നതിൽ വലിയ വീഴ്ച, ജാഗ്രത കുറവ് ഉണ്ടായി എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഈ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ DCC രാജേഷ് എന്ന സിറ്റിംഗ് കൗൺസിലറെ ശാസിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും ഒരു കത്ത്, രാജി അടക്കമുള്ള ഒരു കത്ത് എഴുതി വാങ്ങി എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. താൽക്കാലികമായി പൊതുപ്രവർത്തന രംഗത്ത് കുറച്ചു നാളത്തേക്ക് ഉണ്ടാവില്ല എന്ന് രാജേഷ് നമ്മളോടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ തൻ്റെ ഭാഗത്തുനിന്നും ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് രാജേഷ് പറയുന്നത്. കാരണം ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് VM വിനുവിനെ കല്ലായി മണ്ഡലത്തിൽ മത്സരിപ്പിക്കും എന്ന് അറിയിച്ചത്. ഇത്തരമൊരു തീരുമാനം മാധ്യമങ്ങളിലടക്കം വന്ന ശേഷമാണ് താഴെത്തട്ടിലെ പ്രവർത്തകർ ഇക്കാര്യം അറിയുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് വോട്ടർ പട്ടിക പരിശോധന അടക്കം നടത്താൻ കഴിഞ്ഞത്. നടത്തിയപ്പോഴും അനീഷ് കുമാറാണ് പങ്കുവച്ചത്.